ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റവയും തേങ്ങയും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ റവയും തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ക്ലാസ്സിന് 2 ഗ്ലാസ് റവ എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതാ വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കണ്ടേ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 3-4 ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലായനി ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് അധികം മധുരം വേണ്ടിയിട്ടാണ് ഞാൻ 4 ശർക്കര എടുത്തത്. 3 ആയാലും പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും അങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഇതാ ഞാനിതേക്ക് ഇത്രയും തേങ്ങ എടുത്താണ്. ഇതുപോലെ ഇങ്ങനെ ആക്കി നമ്മൾ തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ചിരണ്ടി അങ്ങനെ ഉപയോഗിക്കട്ടോ. ഏതായാലും പ്രശ്നമില്ല. ഇതിങ്ങനെ ആകുമ്പോൾ അധികം ഒരു അടുക്കിങ്ങനെ കടിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതാണ്. അപ്പോൾ അതാ ഞാൻ ഈ റവയ്ക്ക് ഒരൊറ്റ മുട്ട ഇതുപോലെ അങ്ങോട്ട് ഒടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് പാല് മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ശർക്കര ലായനി ചെല്ലാളാണല്ലോ. അപ്പോൾ ആ പാല് കുറച്ച് മതി. ഇനി പാല് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ 1-2 മുട്ടെങ്കിലും വേറെ എടുത്താൽ മതി. ഇനി മുട്ട വേണമെന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് പാലായിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പം എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഒരൊറ്റ മുട്ട ഇതിലേക്ക് ഒഴിച്ചതാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തവി ഗോതമ്പപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ നേരത്തെ ശർക്കര ലായനി ഉണ്ടാക്കി വെച്ചില്ല, അത് ചൂടാറിയതിന് ശേഷം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണേ. ഇതിലെന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടായാൽ അറിയില്ലല്ലോ. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. 1 മിനിറ്റോളം ഇളക്കി കൊടുക്കണേ. എന്നാലേ ഗോതമ്പപ്പൊടിയും റവൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് മിസ്സായി കിട്ടുമല്ലേ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഞാൻ 1 മിനിറ്റോളം ഞാൻ ഇളക്കി എടുക്കേണ്ടേ. നിങ്ങൾക്ക് ഈ സമയത്ത് ഏലക്കാപ്പൊടിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനെന്തായാലും അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ. അങ്ങനെ എന്തായാലും മിക്സിൻ്റെ ജാറെടുത്തുണ്ടാക്കി ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേനെ. ഇത് ജസ്റ്റ് ഒരു അങ്ങോട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു തേങ്ങ അങ്ങനെ ഇടയിൽ കടിക്കുന്ന രീതിയിലാണ് നമ്മൾക്ക് ഒന്നങ്ങോട്ട് ഒതുക്കിയെടുക്കാൻ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെ അങ്ങോട്ട് മാവ് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന്. ജാറ് കഴുകി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ. ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട്. ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതാ ഒരു കുക്കർ എടുത്തേണ്. അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇത് പ്രശ്നമല്ല കേട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല തേങ്ങ കൊത്ത് അതാ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതിന് ശേഷം ബാക്കിയുള്ളതാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കളറ് മാറുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുത്തന്നെ. അങ്ങനെ കളറ് മാറിയതിന് ശേഷം ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് അങ്ങനെ കോരി വെക്കണം കേട്ടോ. അങ്ങോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ആ ഒരു മാവ് തീ കുറച്ചതിന് ശേഷം നന്നായിട്ട് കുറക്കണേ. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും തീ കൂട്ടരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി ആ ഒരു കറക്റ്റിന് കിട്ടില്ല കേട്ടോ. അടി കരിഞ്ഞ് പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവുകയെ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റിന് തന്നെ കിട്ടുക. ഇനി ബാക്കിയുള്ള മാവ് ഫുൾ അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നേരത്തെ നമ്മൾ മാറ്റി വെച്ച് ഞാൻ ഒരു തേങ്ങാക്കൊത്ത് ഈ ഒരു സമയത്ത് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി കുക്കർ അടച്ച് വെക്കാൻ പോവാണ്. കുക്കർ അടിച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ വിസിൽ ഞാൻ ഊരി വെച്ചേനെ കേട്ടോ. വിസിലിൻ്റെ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് ഊരി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാനിതാ ഇങ്ങനെ വേവിച്ചെടുക്കാൻ കേട്ടോ. അതിൽ ഇതേമാതിരി കാനുള്ള ഒരു പാത്രം വെച്ചേനെ.
അതിൻ്റെ മുകളിലായിട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മളെ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. ഒരു രക്ഷയില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ അതെല്ലാം എളുപ്പമാണ്. ഇനി നമ്മൾ വെന്തിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂണോ കത്തിയോ ഈർക്കിളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുത്തി നോക്കിയാൽ മതിട്ടോ. ഒട്ടണില്ല എന്ന് കണ്ടാൽ വെന്തണെന്നാണ് അടയാളം കേട്ടോ. അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഞാൻ ജസ്റ്റ് സ്പൂണോണ്ട് ഇങ്ങനെ ഒന്നങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒരു രക്ഷയില്ലേ. ഇപ്പം തന്നെ കഴിക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു പിൻഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് നെരിച്ചിലോട് കൂടി തന്നെ കിട്ടിയേ. അപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.